അതൊന്നുമില്ല, എല്ലാരും തന്തക്കും തള്ളക്കും വിളിച്ച. പക്ഷെ അങ്ങനത്തെ കുത്തിനൊക്കെ ഇപ്പൊ അത് പൊട്ടുമോ? അപ്പൊ ഇന്നത്തെ പോക്കിന് മുതൽ കിട്ടിട്ടോ, കാരണം തറവാട്ടിൽ നിന്നില്ല മുതൽ കിട്ടി. ഹലോ ഗായ്സ്, വെൽക്കം ടു അൻഷിഫ് മൂനിക്കൽ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇബ്രാഹിം, എന്താണ് ഈ ഒരു അവസരത്തിൽ നീ എന്താ? അതെ ഗായ്സ്, അപ്പൊ നമ്മൾ എങ്ങോട്ട് പോണു? ആ ഫോണോട് വാങ്ങിച്ചാ ഇപ്പൊ പറയണ്ടാവും നോക്കട്ടെ ഞനക്ക്. അപ്പൊ ഗായ്സ്, ഇനി നമ്മൾ എങ്ങോട്ട് പോണെന്ന് വെച്ചാല് തറവാട്ടിലേക്ക് പോകണം. അപ്പൊ തറവാടിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ, തറവാട് ആകെ പൊളിച്ച് കേടെത്തിയേക്കാണ് പോലെ. ചോദിച്ചാലും പറയാനൊന്നും ഇപ്പൊ ആരും ഇല്ലല്ലോ, കാരണം ഞാനാണ് ഇപ്പൊ പെര കയറ്റിയ ആള്. ഞാനിപ്പോ അവിടുന്ന് പോന്നതിന് ശേഷം പോൽക്ക ചുരുക്കൂട്ടുക. അപ്പൊ അങ്ങനെ തറവാട് എന്ത് ചെയ്തിക്കണ് പോലെ ആകെ എരപ്പാക്കി കൊണ്ടിരിക്കാണ്. ഒന്ന് മൊഞ്ച് കൂട്ടാനാണ് ഇപ്പൊ അവസാനം കിട്ടിയ റിപ്പോർട്ട് അല്ലേ. പിന്നെ ടെറസ് ഒരു റൂം ആക്കാണ്, മേലെ 2 റൂം, പിന്നെ താഴത്തെ ഒരു ഷോവാണ്. അപ്പൊ അങ്ങനെ നമ്മള് തറവാടിന്റെ ആ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അല്ലേ ഇബ്രാഹിം? ജിബ്രാൻ എന്താണ് ഈ ഒരു അവസരത്തിൽ വളർത്താനുള്ളത്? പറ. അബ്രുവിന് എന്താണ് ഈ ഒരു അവസരത്തിൽ വളർത്താനുള്ളത്? എന്താണ്? കുഴിച്ചിട്ടീനി. ഏത് നമ്മളെ മൂച്ചിമത്തോ? ഇനിയിപ്പോ അത് തിന്നിട്ട് വേണ്ടി വരും അല്ലേ എനിക്ക്? ഉറക്കം വരണമെങ്കിൽ അല്ലേ? അപ്പോൾ ഗൈസ്, അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം ഞാനും തന്നെ തറവാട്ടിക്ക് പോയിട്ട് കുറേ അയക്കുന്നുണ്ടോ പോകും. അതിക്കൂടെ ഇങ്ങനെ ചെറിയ ഇങ്ങനെ പോകും. ഉമ്മാനോടൊന്നും ഇങ്ങനെ ചിറിച്ചു കാണാൻ ഇങ്ങനെ പോക്കാണ് അല്ലേ. കയറാൻ നേരം ഉണ്ടാവില്ല, ഒന്നാമത് ഓരോ തിരക്ക് കൂടെ ഈ കാരം. പിന്നെ വണ്ടി വരുമ്പോൾ അരിക്കൊക്കെ നിൽക്കണം കേട്ടോ കുട്ടികൾ. അബ്രോ സൈഡിക്ക് നിൽക്കൂ, അരിക്ക് നിൽക്കൂ ഗൈസ്. ഒരു വണ്ടി കൂടി വരുന്നുണ്ട് കേട്ടോ, അരിക്ക് നിന്നോളി. പിന്നെ അവിടെ മറ്റേ മുമ്പാകൊക്കെ മുറിച്ചിട്ട് ഒരു ഇതിട്ടിക്കണം. എന്തേനു മതില് കെട്ടിയൊക്കെ എല്ലാരും ക്യാമറമാനാണ് സത്യം പറഞ്ഞാൽ. ഇങ്ങനെ നടന്ന് പോണീൻ്റെ വ്ളോഗ് എടുക്കുമ്പോൾ റിസ്ക് ക്യാമറമാനേക്കാരം. പൊതുവേ ഞാൻ ഇവിടുന്ന് തറവാട്ടിൽ നിന്ന് പോകുമ്പോൾ ഇങ്ങനെ പിടിച്ചാണ് വ്ളോഗ് എടുക്കല്. ഇതിപ്പോൾ നമ്മളെ ക്യാമറമാൻ ഉണ്ടായതുകൊണ്ട് ഓനെ ബാക്കിക്ക് തിരിഞ്ഞാണ് നടക്കണത് അല്ലേ. എന്തായാലും എന്നിട്ട് ബാക്കിൽ ഇങ്ങനെ പിടിച്ചാൽ മതില്ലേ. അത് എനിക്ക് ഗിംബലുണ്ടാകുമ്പോൾ റിസ്ക്കാണ്. അവൻ പിടിച്ചിങ്ങാണ്ട് ചിലപ്പോൾ ബാലൻസ് പോയാലേ അതുകൊണ്ടത് കുടുങ്ങും ചിലപ്പോൾ. എങ്ങനെ കാക്കൂനെ വിളിച്ചാണ്ടേ ഔട്ടാ, കാക്കു ബാക്കിൽ നിന്നിട്ട് വീട്ടിൽ ഇങ്ങനെ എടുക്കുക. ഇതാ മറ്റേ പൂച്ച അല്ല, നമ്മളെ കണ്ട അത് ഇങ്ങോട്ടല്ല വരിക, അങ്ങോട്ടാ പോവുക. അന്നൊക്കെ കണ്ട ഏത് പൂച്ചയാണടാ അവിടെ നിൽക്കുക. പായല്ലേ അതൊക്കെ ഓല് പാഞ്ഞു എന്ത് വരെ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ തറവാട് കേട്ടോ. തറവാട് അതാക്കണേ കാണിച്ചു കൊടുക്കൂ. പുതിയ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് തറവാട് ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അമ്പായങ്ങ അതവിടെ കുഴിച്ചിട്ട് അമ്പായങ്ങേ ഇതിനെ കൊണ്ട് ഒരു നനച്ചു കൊടുക്കൽ. ഇതിന് എല്ലാവരും കൊമ്പൊക്കെ ഉണങ്ങുന്നുണ്ടോ? ഇതാ കൊമ്പല്ലേടി, ഇതതിൻ്റെ കൊമ്പ. അത് ഉണങ്ങിയിട്ടൊന്നുമില്ല, അത് ഇല കൊഴിയണതാണ്. അത് അമ്പയങ്ങ ഇല കൊഴിയും. ഇനി അതുമ്മ ചവിട്ടിയാണ് അത് ഉണക്കണ്ട.
അല്ലല്ലോ അല്ലല്ലോ പാപ്പിടിയോ. അങ്ങനെ ഗൈസ് തറവാടിൻ്റെ ഈ ഭാഗമാണ് കേട്ടോ നമ്മളിപ്പോൾ ഷോവാൾ കെട്ടിയിട്ടുള്ളത്. ഇനി എന്താ പ്ലാൻ എന്താ വെച്ചാൽ ഓനക്ക് തന്നെ അറിയുള്ളൂ അല്ലേ. ആ ഇവിടെ എംസാൻഡും കമ്പിയും പട്ടയും എല്ലാം കൊണ്ടുവന്ന് തട്ടിക്കുന്നു കേട്ടോ. വേദിയിൽ എടാ അതിനെത്തോടല്ലേ പൂച്ചനേ ഡാ ഓറഞ്ചൊക്കെ എല്ലാം കൊടുക്കണല്ലേ. അബ്രു അവിടെ നിന്ന് പോന്നാ പൂച്ച ഇങ്ങോട്ട് പോന്നോട്ടെ പൂച്ച ഇങ്ങോട്ട് പോന്നോട്ടെ. അബ്രു അതിന് പിന്നാലെ പോലെ ഇങ്ങോട്ട് പോര്. ഞാനാ അത് കുഞ്ഞേ വളർച്ച കിട്ടുട്ടോ. കോണി കാണുമ്പോൾ കയറാനൊരു പൂജ അല്ലേ നിങ്ങൾക്കൊക്കെ. അതിനൊരു ഓരിയുണ്ട് കേട്ടോ, അതിനൊരു ഓരിയുണ്ട്. ഡ്രൈമേജ് എന്തിനാണ് ഈ ഫോണൊക്കെ പിടിച്ച് കയറണേ. ഞാൻ അത് നടന്നു ഞാൻ മേൽക്കാട്. ഇന്ന് പണിക്കാരൊന്നും ഇല്ല കേട്ടോ ഗൈസ്. എവിടെ ഇതൊക്കെ ഇവിടെയൊക്കെ കോൺക്രീറ്റ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ സൺസൈഡിൻ്റെ ഈ ഭാഗമൊക്കെ മൊത്തത്തിലൊരു റിനോവേഷനുള്ള ഒരുങ്ങല്ലാണ് തറ. അങ്ങോട്ട് പോലെ ഇപ്പം ആ തിണ്ടില്ലാത്തതാണ് ആ പൊഗ്ഗം. ഇങ്ങോട്ട് നിൽക്കുന്നത് പറഞ്ഞ പിന്നെ ഇതിനാണ് അങ്ങോട്ട് പോയിട്ട് പറഞ്ഞായിരുന്നു ചേച്ചി. കൊറേ പുള്ളി ഒരു കയർ എടാ അബ്രുവാ മറ്റേ ബാലൻസ് പോയ കയറുമ്പോ പിടിച്ച് വലിച്ചു. അതൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് ഇറങ്ങാൻ കഴിയുമോ? ആ ഫോൺ അടിക്കാം. ഫോൺ ഇടുന്നുണ്ടോ? ഒരാള് ഒറ്റക്ക് നടന്നാൽ മതി കേട്ടോ. കൂട്ടം കൂടി നടക്കണ്ട. ഒരാൾ പോണ എല്ലാവരും പോകും. എന്തേ അബ്രോ എന്തേ ഇങ്ങോട്ട് പോകുന്ന ഉഷാറില്ലേ പാട്ട് പോവാന്? ഇബ്രാനെ ഞാൻ പിടിച്ചണോ? ഇറങ്ങിക്കോ. എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നാൽ എല്ലാത്തുമേലും കയറ് തന്നെ അല്ലേ. ഇന്ന് പണിക്കാരില്ല ഇനിയപ്പോ ബംഗാളികളേന് എത്ര ഒരു കല്ലേറ്റാണ് അവിടെ ഞങ്ങളാകെ പൊടി മണ്ണാണ്. എത്ര 7 റുപ്യ ഓല കരാറിലുള്ളതാണ്. എത്ര അതാ വ്ളോഗറാ. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മൾ തറവാട് പൊളിച്ച് റിനോവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ പ്ലാൻ എവിടെ? അതിന്റെ ഫോട്ടോ ഒന്ന് അടിക്കാം. എന്ത് ആരെ വരച്ച പോയി? പിന്നെ എന്നിട്ട് മൊത്തം കൊട്ടേഷൻ കൊടുത്തേക്ക. ഗൈസ് ഇതാണ് നമ്മളെ പ്ലാന്. ഇതിലെ ഷോവാളാണ് ഇപ്പം നമ്മളിവിടെ കെട്ടിയത്. ഈ ഷോവാൾ ഇങ്ങനെ പൊന്തി വരും. എന്നിട്ടൊരു ബീമ് പോലെ ഒരു സാധനം വന്നിട്ട് പിന്നെ അതിൻ്റെ മേലൊക്കെ അവിടെ നിന്ന് അങ്ങനെയും പോകുന്നുണ്ട് കേട്ടോ. കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്.
മെനക്കെടല്ലേ പടിയാണ് ഗ്യാസ്. കാരണം ഇത് മൊത്തത്തിൽ റിനോവേഷൻ ചെയ്യാൻ ഒരു പെരമ്മ നിങ്ങൾക്ക് അറിയില്ല. പെര കയറ്റുള്ള റിസ്ക് കാര്യം പെരമ്മ പണിപ്പിക്കാൻ. എന്തായാലും ഞാനൊക്കെ കുറേ അങ്ങനെ ചെയ്താണ്. ഇതിൻ്റെ മുകളിലത്തെ റൂമൊക്കെ ആദ്യം നമ്മളങ്ങനെ എടുത്തതേനി. ഞാൻ കുറേ ഇടങ്ങാറായതാണ് ആ ടൈമിൽ. ഈ പ്രാവശ്യം ഓന് എന്തൊക്കെ കാട്ടിക്കൂട്ടണാവോ. പൈസയും കാര്യങ്ങളൊക്കെ ഇല്ലേ? ഇല്ല. ഇല്ലെങ്കിൽ അതിന് നിൽക്കണ്ട അറിയാനാ. അതല്ല, ഇല്ലെങ്കിൽ അതിന് നിൽക്കണ്ട അറിയാനാണ്. അതല്ല പൈസയും കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു തരാനല്ല. ഇല്ലെങ്കിൽ ഇതിന് നിൽക്കണ്ട. ഇതിന് നല്ല പൈസ ഒന്നാ പറഞ്ഞേ. ഇതൊക്കെ മാസം എടാ തേങ്ങ എടുത്തോ. തേങ്ങ എടുത്തോ. എത്ര ഇട്ട് തേങ്ങ? നമ്മളെ തെങ്ങുമെന്ന് എത്ര ഇട്ട്? അതന്നെ ബാക്കിൽ ഒരു കൂട്ടനാണതേ. 20 തേങ്ങ ഇട്ടോ. 10 തേങ്ങ എടുത്തേ ബ്രോ. 10 നമുക്ക് അവകാശപ്പെട്ട ഗൈസ്. തറവാട്ടിൽ മാത്രമേ ഉള്ളൂ തെങ്ങില്ല. ഞങ്ങൾക്ക് തെങ്ങില്ല. പിന്നെ ഇവിടെ തെങ്ങും ഇതൊക്കെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു വേറെ പോയാലും ഇതുമെന്നില്ല മുതൽ കിട്ടുന്ന വരുമാനവും കാര്യങ്ങളൊക്കെ ഒക്കെ പകുതി ആക്കണം എന്നുള്ള ഇതിൽ തന്നെ ഇനി. അപ്പം എന്താ അങ്ങനെ തന്നെ അല്ലേ പെട്ടില് ഓൾറെഡി. ഇനിയിപ്പോൾ പകുതി ആക്കിയാൽ മതിയല്ലോ. പിന്നെ ഇപ്പം എന്താ ഇനിയിപ്പോൾ മറ്റേ ആൾക്ക് 30 റുപ്യ കൊടുത്തതാണിപ്പോൾ പ്രശ്നം. അപ്പം അതന്നെയാണ് പ്രശ്നം. അവകാശം പറഞ്ഞാണ്ടില്ല കൊണ്ടുപോക്കല്ല. അല്ലാതെ തന്നെ കൊടുത്തിരുന്നു. ഞങ്ങളൊരു 10-30 രണ്ടെണ്ണൊക്കെ ഞങ്ങൾ കൊടുക്കലുണ്ട്. ആരും പറയുന്നത് വേണ്ട. എല്ലാവർക്കും കൊടുക്കുക. അനുസരിച്ച് കൊടുക്കണുണ്ട്. എടി ആ ഇമ്മാക്ക ഞാൻ മയക്കൊന്ന് വെച്ചുകൊടുക്കേ. ഞാൻ ഒന്ന് എൻ്റെ അടുത്താണ് ചോദിച്ചത്. ഇപ്പം ഉമ്മ പറയണൊക്കെ കേൾക്കൂടാ. പൊട്ടാടിയെ ഇജ്ജ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം വലിയ ക്യാമറമാനാ. അതിലെങ്ങനെ പോരടാ കയറിക്കോ. അതൊക്കെ കൊഞ്ഞാടും ചെയ്തു പറിച്ചു. പക്ഷെ അതിന്റെ ഇല കൊഴിഞ്ഞു ഉണങ്ങിയ മാതിരി ആകുകയാണല്ലേ. ഇവിടെ മക്കളെ ഇലൊക്കെ പോയിക്കണേ. അവിടുത്തെ പോയിട്ടുണ്ടോ? ഈ നിങ്ങൾ നോക്കിയോ? തെഗ് പൊട്ടാലെ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. ഒരു സീസണിൽ ഇതിലെ മൊത്തം കൊഴിയും. അതേക്കൂലേ ഞാൻ പറയാ. 1000 ഉറുപ്പ്യ മുതല 500 ഉറുപ്പ്യ 500 നോക്കോളൂ. 500 കുറച്ചോളൂ. കയറണ്ടോ? ഇറങ്ങിക്കോ. ഒരു രസത്തിനല്ലേ കയറിയിരിക്കണ്. ഇറങ്ങാ അവിടുന്ന്. മറ്റോളൊക്കെ അവിടെ മേലെ മക്കള് ഉറങ്ങിയോ? ഓള് ഉറങ്ങിയിട്ടല്ല. ഓള് ഉറങ്ങിയിട്ടൊന്നുമില്ല. തലവേദനയാണ്. അപ്പൊ അതിന് കൊണ്ടുപോകില്ലാന്ന് പറഞ്ഞു. ആളാരാ തലവേദന കൂടി. അതിൽ നൊലോളിച്ച് കുത്തിരിക്കേനി. സങ്കടപ്പെട്ട് നൊലോളിച്ച് കുത്തിരിക്കേനി. ഇനായ അനക്കും തലവേദന? ടീച്ചർ നോക്കണോന്ന്. ഓള് അങ്ങോട്ട് പോയിട്ട് തന്നെ പോയിട്ടാ. എന്തൊക്കെയാണ് വർത്താനം? ക്യാമറമാൻ എപ്പാ വരും? ക്യാമറമാൻ രാവിലെ വരും. അതുകൊണ്ട് നിങ്ങക്ക് നല്ല ഉറക്കൊക്കെ ലെവലാകാൻ നിന്നില്ല. ഉറങ്ങും. ഉറങ്ങിക്കണോ ഡൗട്ട് ഉണ്ട് എനിക്ക്. അവന്റെ മുഖം കണ്ടിട്ട് ഇന്നലെ മുസല്ലൊക്കെ കൊണ്ടുവച്ചേ. ഇന്ന് നിസ്കരിച്ചോ? അതല്ല ഇന്നലെ മുസല്ല കൊണ്ടുവച്ച്. അല്ല നമ്മക്ക് നിസ്കാരല്ലേ നടക്കൂലേ. നമ്മക്ക് അങ്ങനെ കൊണ്ടുവരും. ഒരാളെങ്കിലും ബർക്കത്തുള്ള ഒരാളെങ്കിലും. ആദ്യത്തെ കണ്ടീഷൻ അതാ. കമ്പനിക്ക് ആള് കാണും.
അല്ലേ നോമ്പില് അടുത്ത മാസം നോമ്പല്ലേ സാറാക്കണ്ടേ? ഇനി നമ്മള് റിയാക്ഷൻ വീഡിയോ ഒക്കെ എടുക്കാണ് യൂട്യൂബില്. എന്താ പറഞ്ഞ അതൊന്നുമില്ല, എല്ലാരും തന്തക്കൊണ്ട് ഇളക്കം വിളിച്ച എന്നെ കിട്ടാൻ നിക്കേ ഇല്ല ഇല്ല അരുതാബു ഇല്ല ഇല്ല അന്റെ വീഡിയോയിൽ തന്നെ ഉണ്ടാവില്ല, ഉറപ്പാണ്. ഇല്ല ഇച്ചന്റെ പൈസ വേണ്ടേനു, ഇച്ചന്റെ പൈസ വേണ്ടേനു. ഞാൻ എന്റെ വീഡിയോയിലില്ലേ പകുതി മാസം പകുതി ആയപ്പോൾ മാസം ലാസ്റ്റ് ആവുമ്പോൾ ഇല്ല ഇല്ല അതല്ല ഇങ്ങനത്തെ തൊള്ളി തോന്നി അയ്യായിരം ഞാൻ തരാം. അല്ലേ തൊള്ളി തോന്നി വിളിച്ചിങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ തൊള്ളി തോന്നി ഇങ്ങോട്ടൊക്കെ തൊള്ളി അതൊക്കെ ഉണ്ടാവും. അത് വിളിച്ചിങ്ങാണ്ടാണെങ്കിൽ എന്റെ വീഡിയോയിൽ ഞാൻ ഇല്ല ഇങ്ങോട്ട് കൂട്ടി മലച്ചാന്റെ പൈസ വേണ്ടേ. സത്യം ഞാൻ പറയുന്നത് ഈ ചമ്മാരൊരു മകനുമില്ല മകനുമില്ല. സോറി ഗൈസ്, സത്യം പറയുന്നത് ഞാൻ ഞാനേ ഇൻസ്റ്റഗ്രാമിൽ ഇടയ്ക്ക് ഇങ്ങനെ തന്തക്കും തള്ളക്കും ഇന്നെ വിളിച്ചുമ്പോ ഞാൻ അങ്ങോട്ടും വിളിച്ചു. അതിനാണത് ഇന്നെ വിളിച്ചോട്ടെ അങ്ങോട്ട് വിളിച്ചണ്ടാന്ന് അല്ലേ? അന്ന ആരും വിളിച്ചോ ജേതുണ്ടാക്കിട്ടല്ലോ റാംബോ വല്ലാതെ ഞങ്ങളെ പൂസമാർ. ഞാൻ ഉമ്രക്ക് തന്ന കായ് ഞാൻ വേറെ ഇതേമാതിരി പരിപാടിക്കാണെന്നുണ്ടെങ്കിൽ അല്ല ഓന ഉമ്രക്ക് കഴിയുന്നേ ഇമ്മാനിപ്പാനി ഓനാണ് അല്ല സത്യത്തിൽ നിങ്ങൾ എന്നാ ഉമ്രക്ക് പോണേ? ഞാൻ ഉമ്രക്ക് പോകണ ദിവസം ഉറച്ചിട്ടില്ല അങ്ങോട്ട് 7-ാം തീയതി ഞാനൊപ്പിയും സെയ്ത്താത്തി ഞാനൊപ്പിയും സെയ്ത്താത്തി. അതല്ല എന്നിട്ടിപ്പോ അപ്പൊ നിങ്ങൾ ഇത് എത്രാമത്തെ ഉമ്രയാണ്? ഞാൻ എത്രാമത്തെ ആയാലും എനിക്കെന്താ എനിക്കെന്താ വലിയൊരു ആഗ്രഹം എന്ത് നിങ്ങളെ ഉമ്രക്ക് പറഞ്ഞിട്ട് ഓനക്കും പെണ്ണുങ്ങൾക്ക് ഇവിടെ സുഖിച്ചാല് അതല്ലേ? നിങ്ങളൊന്നും ഉണ്ടല്ലോ സുഖിച്ചിട്ട് ഓല് 15 ദിവസം സുഖിച്ചട്ടെ എന്തേ ആണ് സുഖിച്ചാനാണെങ്കിൽ കയ്യിന്ന് പോയിക്കണേ കൊത്ത കയ്യിന്ന് പോയിക്കണേ സുഖിച്ചാനാണെങ്കിൽ രാജ്യം ഉറങ്ങി കിടന്നപ്പോഴത്തിന് കൊത്ത കയ്യിന്ന് പോയി. സുഖിച്ചാനാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇജ്ജും കുഞ്ഞോളും എന്ന് സുഖിച്ചല്ലോ തുടങ്ങിയിരിക്കണേ അതേമാതിരി മകൻ തന്നെ ഇജ്ജും അതാണ് സുഖിച്ചാൻ. എന്താണ് എത്ര എടുക്കണം തേങ്ങാന്ന്? എല്ലാരും ഈ 2 വെച്ചെടുത്തോളി, തേങ്ങ ഈ 2 വെച്ചെടുത്തോളി ഗൈസ്. കാരണം ഇവിടെ ഗൈസ് 20 തേങ്ങ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് തേങ്ങല്ല, ഇതാണ് ഇന്ത്യ കൂടി മുതലാണുള്ളത്. ഈ തെങ്ങ് എന്നൊക്കെ പറഞ്ഞ ഞാൻ മൂത്രയിച്ച് വളർത്തിയ തെങ്ങുകളാ. അപ്പൊ അതിമെന്ന് എന്തായാലും പകുതി തേങ്ങ ഞങ്ങൾക്ക് കിട്ടണം. എന്റെ കുട്ടികള് ഒരു കുട്ടി 2 വെച്ചെടുത്താലും 6 തേങ്ങ, പിന്നെ 2 ഞാനും 2 ക്യാമറമാനും 6 4 10, 2 കുഞ്ഞോളും 1 ടിഷി 12, 6 6 12 13 തേങ്ങ. 6 തേങ്ങ നോക്കും 12 തേങ്ങ നോക്കും 14 തേങ്ങ. ഓക്കെ, കൊത്ത കയ്യിൽ നിന്ന് പോയിക്കണമെങ്കിൽ തേങ്ങമ്മ പിടിക്കും ഞങ്ങള്. കൊത്ത ഞങ്ങൾ കയ്യിൽ നിന്ന് പോയാൽ തേങ്ങ കഴിയുമ്പോൾ എത്ര നേരം കൊണ്ടുപോയി നിങ്ങൾ അച്ഛന് വാക്കുണ്ടെങ്കിൽ അച്ഛാൽ മതി. ഞങ്ങൾക്ക് പൊങ്ങുണ്ടായില് പൊങ്ങല്ല ഉണങ്ങിയ തേങ്ങ കൊട്ടത്തേങ്ങ അല്ലേ ആണല്ലേ? നാലെണ്ണം ഉണ്ടാവും. തേങ്ങ പൊട്ടിക്കണല്ലോ ഇതിന്റെ ഉള്ളിൽ നിന്ന്. അതുപോലെ ഇമ്മ കുത്തിയതാണാവോ? പക്ഷെ അങ്ങനത്തെ കുത്തിനൊക്കെ ഇപ്പൊ അത് പൊട്ടുമോ? എടാ ഒരു പച്ച തേങ്ങ ഇവിടെ കൊണ്ടുവരേ. ബ്രോ ഗൈസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും തേങ്ങ വേണം ഇങ്ങോട്ട് വന്നോളിട്ടോ. അതെ കയ്യണില്ലാന്നാണ്. കാരണം നമുക്ക് ബാക്കിൽ പാടാണ് 3 ഏക്കർ. നമ്മളെ സ്വന്തം സ്ഥലം തന്നെയാണ്. ഉമ്മാൻ്റെ വരി കിട്ടിയതാ അല്ലേ മാ? എന്റെ മാതിരി നോണാലും ഞാൻ പഠിച്ചിട്ടില്ല. എന്റെ മാതിരി നോണയോട് പറഞ്ഞാണ്ട് പഠിച്ചാല് തൊപ്പ ഫുള്ള് കളയണ്ടടാ. ഞാൻ നൊണിച്ചപ്പോ കുഞ്ഞോളും മാരപ്പം കൂടിയിട്ടില്ലേ വന്നിട്ട് ഇതിൻ്റെ അത്ര ശുദ്ധനും ഇതായിട്ടുള്ളൊരു മകൻ നിങ്ങൾക്ക് കിട്ടാണ്ടോ?
തെണ്ടിയിലാറാണ് കടുപ്പം കാട്ടല്. ആരെ കടുപ്പം കാട്ടിയാണ് നിങ്ങൾ ഈ പറയണേ? ആരും കടുപ്പം കാട്ടി ഒരാളെ കടുപ്പം കാട്ടി പറഞ്ഞാണേ. കടുപ്പം കാട്ടണ്ടല്ലോ തൊള്ളോണ്ട്. പിന്നെ ഉമ്മ റാംബോനെ തെറി പറഞ്ഞാണ് ഗൈസാ പറയണേ. മതിയാലോ എമ്പാടും മതിയാലോ പിന്നെ ചിരി മതി. എന്തിനാണ് വേറെ പെരുത്ത്? അന്റെ നാവിന് തോലില്ലല്ലോ അൻ്റെയും അൻ്റെ ബെഞ്ചി. ആരെ ഇഞ്ചാര് റാംബോന്റെ എന്താണെന്നോ തരൂല ഇതൊക്കെ മരിച്ചു പോണെന്നില്ല ചിന്ത ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നും പറയില്ല. അപ്പൊ എന്തിനാണ് അങ്ങനെ പൊട്ടിച്ചണത്? അപ്പൊ എനിക്ക് കുടിച്ചാൻ പറ്റിയ ജിപ്പച്ചിക്കോടെ നടത്തണ മണ്ണിലൊക്കെ ഇട്ട് ഇനി കൊണ്ടരണ്ട. ഇനി മതി അത് മതി 3 എണ്ണം മതി. ഞാൻ കഴിഞ്ഞിട്ട് കൊണ്ടോ നിങ്ങൾ ഇങ്ങനെ എന്താ മടിച്ചിങ്ങോട്ട് വരൂല. ഞാനൊരു പൊളിച്ചു കൊടുത്തല്ലേ. അപ്പൊ തന്നെ 5 എണ്ണം എടുത്ത് കൊണ്ടേക്കോളൂ. 3 എണ്ണം 5 താപ്പം കൊടുക്കാം. വേണ്ട ഇനി വേണ്ട. എന്നിട്ട് കൊണ്ടുപോകും കുട്ടിക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് ജിമ്മ ഒക്കെ കൊണ്ടുപോണ്ടാണ്. അതാണ് ജിബ്രാൻ അല്ലേ? ഭയങ്കര ഇതാണ്. ചക്കൊക്കെ ഇരിഞ്ഞാല് ഇനി ഇത് നാളെ തിന്നാറ്. എന്നിട്ട് ഓൻ അങ്ങനെ ഒറ്റക്ക് പോയി തിന്നോ? എന്നും ഞാൻ വിരുന്ന് നിർത്തണ പണിയാ. അത് പൊട്ടിച്ചും ചെയ്തോ? അത് നാള് എവിടുന്നപ്പം ഒരു താത്താൻ്റെ അവിടെ കാട്ടിയ മാതിരി കാട്ടിക്കണ്. കുറച്ചായിട്ട് ഒന്ന് 2 3 4 5 അടക്കാൻ 5 എണ്ണായില്ലേ? മതി പോവാ. വേണ്ട ഞാൻ അവിടെ കൊണ്ടുവച്ചാണ് കൊണ്ടായിട്ടാണ് കൂടെ അബ്രോ ജുബ്രോ അത് അവിടെ കൊണ്ടുപോയിട്. ഞമ്മക്കുള്ളതാണ് അത്. 5 എണ്ണം ഉണ്ട്. ജുബ്രോ ആ സാധനങ്ങൾ പൊറുക്കി കൊണ്ടുവച്ചാ നല്ല കുട്ടിയാണോ നോക്കട്ടെ. ഓനാണ് നല്ല ഒട്ടി. ഓനും ഇങ്ങോട്ടുണ്ടാ നല്ല ഒട്ടി കഴിഞ്ഞാലോ. അപ്പൊ അങ്ങോട്ടുണ്ടാകാൻ എല്ലാവരും നല്ല ഒട്ടിക്കാരോ. എന്തിനാണ് കയറി പോണം. കുറച്ച് ദിവസം കൊണ്ടുപോയാൽ മതി വെക്കണത്. ചകിരിയൊക്കെ ഓല് കൊണ്ടുപോയിട്ടുള്ളൂ. വേണ്ടല്ലോ ഇടണ്ട അങ്ങോട്ട് പോര്. ആരല്ലേ ആക്കെ കൊണ്ടുപോയിട്ടോട്ടെ. രാവിലെ ചിഞ്ച മിറ്റടിച്ച് വരുമ്പോഴേ അപ്പൊ നിങ്ങൾക്ക് എടുത്ത കൊണ്ടുപോയിട്ടാ മതി. അല്ല നിങ്ങൾക്ക് തേങ്ങ പൊളിച്ചൊരു വേണം. പിന്നെ അടിച്ചു പൊളിച്ചായിരുന്നു നിങ്ങളെ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോയാൽ മതി. അതൊക്കെ പൊറുക്കിടേ പോലെന്നാ ഇച്ചിന്റെ പേരക്കുട്ടികളുണ്ടാകുമ്പോ എന്തിനൊക്കെ ജനലേ പോലെ അതാണ് പൊട്ടിച്ച് നെറ്റ് ചാടിയാൽ പൊട്ടിയാ ഒന്നിനും പറ്റൂല. ആ വെള്ളം കിട്ടണോ ഇല്ലാതാക്കണ്ട. അതിന് വെട്ടച്ചുകൊണ്ട് ഇങ്ങനെ തൊപ്പ കഴിഞ്ഞു പൊട്ടി ഇതാക്കുമ്പോ താഴത്തേക്ക് നോക്കി ആടുന്നുണ്ടോ? കമ്പിക്കൊട്ടും ഇതൊക്കെയാണ് ഇവിടെ നിലത്ത് കൂടെ ഉള്ളത്. എന്ത് പിന്നെ നിങ്ങൾക്ക് എന്താ പണി? ഒരാൾ 2 എണ്ണം വീതം എടുക്കുക. ഇവരോ കൈ കഴുകാനായിട്ടില്ല. വാ പോര് റാഷിദ
മോകന്റെ ചായ ഉണ്ടാക്കണ്ടേ? ചായക്ക് ബേക്കറി ഉണ്ട്, വേണമെങ്കിൽ ഉണ്ടാക്കി തരാം. കുറച്ചോളി കരിക്കോളി എഞ്ഞ വെച്ച കയറാതെ പോണുങ്ങള്. നേരല്ല ഞങ്ങള് എന്താ നേരില്ലാത്ത കേട്? ഞങ്ങൾ ഇവിടെ പോവാ, നിലമ്പൂർ പാട്ടിന് പോവാ. നിലമ്പൂർ പാട്ടിനുണ്ടോ? നാളെ വരാൻ നിൽക്കല്ലേ. ഞങ്ങൾ പോയിന്ന അത് പിടക്കണോ പൊളിച്ചത്? ഇബ്രാഹിം അത്രയും പൊട്ടിച്ചടങ്ങാറായിട്ട് നാളെ അരച്ചൂടെ? നാളെ തേങ്ങ അരച്ച കറിയും കൂട്ടി ചോർന്നൂടെ? തേങ്ങ പൊട്ടിച്ചെടുത്തിട്ടോ ഒരു തേങ്ങ ഓൻ്റെ അടുത്ത് കൊടുത്തതാ. ഇബ്രാഹിം ഒരു തേങ്ങ പൊട്ടിച്ചാ ഇനി ഇവിടെ മുതലിട്ടൂല കേട്ടോ. എന്നിട്ട് വേണം വല്ല വണ്ടികളും ടൈമിൽ കൂടെ കാര്യം മുറിഞ്ഞാണ്ട് ബുക്കല്ലേ. അങ്ങനെ ഗൈസ്, അപ്പം ഇന്നത്തെ പോക്കിന് മുതൽ കിട്ടിട്ടോ. കാരണം തറവാട്ടിൽ നിന്നില്ല മുതൽ കിട്ടി. നമ്മള് തമാശക്ക് പോയതാണെന്നുണ്ടെങ്കിലും തറവാട്ടിൽ പോയതിന് മെച്ചണ്ട. എടാ അങ്ങനെ പോകല്ലേ ഇബ്രാഹിമേ. ഉരുട്ടണ്ട ഉരുട്ടണ്ട. ഇബ്രു ഇല്ല ഇബ്രു ഉരുട്ടി വിട്ടാല എവിടെ അവിടെ തന്നെ ചെരിഞ്ഞാണ്ട് ഇങ്ങോട്ട് പോകുക. ഉരുളാറിയും ജുരുളേണ്ടി വരും. ഒപ്പം അരിക്കുന്നാണ് അരിക്ക് കൊണ്ടുവരുന്നുണ്ട്. തേങ്ങ ഇങ്ങനെ 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 കറുമുറാണ് തിന്നാല്ല. ഇബ്രാഹിം ആ ഉരുളൂല ജാവോനെ കൂടി തട്ടിത്തടഞ്ഞ് പോകുമല്ലോ. അങ്ങനെ ഗൈസ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. കുഞ്ഞുമോൾ എന്നാ ആ പൈപ്പ് ഒന്ന് തിരിച്ചു കൊടുത്തോണ്ടിട്ടോ. തുറന്നിക്കണോ? അമ്പഴങ്ങ കാണിച്ചോ? ഇല്ല, രാത്രിയാണ് തുറന്നത്. രാത്രി വെള്ളം പോണ്ടേ. ഇപ്പൊ തന്നെ തിരിച്ചോ. വെള്ളത്തിലിടല്ലോ കേട്ടോ. കഴുകണേ ഇതെത്തിനൊക്കെ കഴിക്കണേ. വെള്ളത്തിൽ ടച്ച് ചെയ്യോ? അത് അവിടെ കൊണ്ടേ വെച്ചാൽ നിങ്ങളൊക്കെ കേട്ടോ. നിങ്ങളൊക്കെ ഞാണ്ടല്ലോ. പിന്നെ എൻ്റെ വലിപ്പാൻ്റെ വലിപ്പാൻ്റെ ഗൈസ് ചെടിയൊക്കെ ഒന്ന് നനക്കാന്ന് കരുതി. നമ്മളത് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ്. ഹാപ്പി കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ചെടിയൊക്കെ നനച്ച് കുടുംബനാഥനായിട്ട് ഇങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പോകണൊരു അങ്ങനത്തെ ഒരാളാണ് ഞാൻ. ഇന്നെ വെറുതെ ആവശ്യമില്ലാതെ ഓരോന്നൊക്കെ വലിച്ചിടാൻ നിൽക്കണ്ട. റാമ്പോ ആയാലും കൂമ്പായാലും ആരായാലും ഞാൻ ഇളക്കാൻ നിൽക്കരുതേ. ആരാണ് പൈപ്പ് കൂട്ടിയേ? ഇതിലിപ്പോൾ വെള്ളം കൊണ്ട് തട്ടാത്ത 2 സ്ഥലങ്ങളാണ്. ഒന്ന് ഇവിടെ ഒരു ഓറഞ്ച് ഉണ്ട്, അയിമക്ക് നമ്മൾ ഈ പൈപ്പിൽ നിന്ന് പോണ വെള്ളം എത്തൂല. അപ്പം നമ്മൾ അതിന് ഇവിടുന്ന് കുറച്ച് വെള്ളം ഓറഞ്ച് കാണിച്ചു. ഇനി നമ്മള് അമ്പഴങ്ങിയും ഞാവൽപ്പഴമാണുള്ളത് അല്ലേ? ഞാവലും ഇതാക്കിയിട്ടില്ലല്ലോ. കരിയേപ്പിന്റെ നനച്ചോട്ടോ. പോട്ടെ 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 തേക്കണോണ്ടേ കൊണ്ടേ. ഇത് തോട്ടത്തേക്ക് വേണ്ട, അവിടെ വേണ്ടട്ടോ.